സ്നേഹമുള്ളവരെ, മംഗളവാർത്ത കാലത്തിൻ്റെ മൂന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഓരോ ഭവനങ്ങളിൽ ക്രിസ്മസിന്, പിറവി തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങൾ കെട്ടുന്നു, പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നു, കരോൾ സിംഗിങ്ങിനും ഓടി നടക്കുന്നു. ഈശോയുടെ പിറവിയെക്കുറിച്ചുള്ള കരോൾ ഗാനങ്ങൾ ഇതാ തെരുവുകളിൽ ഉയരുന്നു. അങ്ങനെ എല്ലായിടത്തും വലിയ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തിമിർപ്പാണ്. ഇതാണ് ക്രിസ്മസ് കാലഘട്ടം. ഇതൊരു ദിവസത്തെ ഒരു തിരുനാളല്ല. നമ്മളെല്ലാം, പ്രത്യേകിച്ച് കുട്ടികളും മാതാപിതാക്കളും എല്ലാം ഭയങ്കര ആവേശത്തിലാണ്. ഒരിക്കൽ ഈ നക്ഷത്രം കെട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ അർത്ഥം? അപ്പോഴാണ് പലരും ചിന്തിക്കുന്നത്, അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് അറിയില്ല. രാജാക്കന്മാർ ഉണ്ണിയെ കാണാൻ വേണ്ടി കൊടുത്ത ഒരു ചിഹ്നമായിട്ടാണ്. ഈ നക്ഷത്രത്തിന് വളരെ വലിയ അർത്ഥമുണ്ട്. ഈ നക്ഷത്രം നമ്മൾ ഈ കാലഘട്ടത്തിൽ കിട്ടുമ്പോഴെല്ലാം ഈ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. ഇന്നത്തെ ലേഖന ഭാഗത്ത് പൗലോസ്ലീഹ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വിസ്മയനീയമായ രഹസ്യത്തെക്കുറിച്ച്. ആ രഹസ്യം വിജാതീയർക്ക് ഉള്ള കൂട്ടവകാശമാണെന്ന് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ നക്ഷത്രം കണ്ട് ആ നക്ഷത്രത്തെ മനസ്സിലാക്കിയ ജ്ഞാനികളാണ്. ആ ജ്ഞാനികൾ ആരായിരുന്നു? അവർ ക്രിസ്ത്യാനികളായിരുന്നോ?
അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനമാണ് നമ്മുടെ രക്ഷകൻ പറഞ്ഞതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സാക്ഷാത്കാരമായിട്ടാണ് നമുക്ക് പിറവി രക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണെന്ന് മാത്രമല്ല, അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം ഇതാണ്: നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും ഞാൻ അനുഗ്രഹിക്കും. അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ രക്ഷാകര പദ്ധതിയുടെ പിറവി നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ തിരുപ്പിറവി കാലത്ത് നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ, നമ്മൾ ഈ പഴയ നിയമഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതാവഹമായ പ്രവർത്തനത്തിൻ്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും നമ്മൾ ആ സാറായുടെ ഗർഭധാരണത്തിലും മനോവായുടെ ഭാര്യയുടെ ഗർഭധാരണത്തിലും സക്കറിയായുടെ ഭാര്യ എലിസബത്തിന്റെ ഗർഭധാരണത്തിലും മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതോടൊപ്പം അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം കൂടിയായിട്ടാണ് ഉണ്ണി പിറക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, ഇന്നത്തെ ലേഖന ഭാഗത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇത് വലിയൊരു രഹസ്യമാണെന്നാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മളെത്തോരം ഭാഗ്യപ്പെട്ടവരാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയിൽ ഇത് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് പോലെ മറ്റ് തലമുറകളിൽ, യേശുവിന് മുൻപ് ഉള്ള തലമുറകളിൽ ഈ രഹസ്യം വെളിവാക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ക്രിസ്തു എന്നതൊരു രഹസ്യമാണ്. അവിടെ ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളാണ്. വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകൾ, യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകൾ. ആരുടെ വാഗ്ദാനം? സ്നേഹമുള്ളവരെ, അബ്രാഹത്തിനോട് ദൈവം ചെയ്ത വാഗ്ദാനമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാന രഹസ്യം. അതുകൊണ്ടാണ് മാതാവിൻ്റെ സ്തോത്രഗീതത്തിലും അതുപോലെ തന്നെ സക്കറിയായുടെ സ്തോത്രഗീതത്തിലും ഈ വാഗ്ദാനത്തെക്കുറിച്ചാണ്. മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 55-ാമത്തെ വചനങ്ങളിൽ പറയാണ്, നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. വീണ്ടും സക്കറിയായുടെ സ്തോത്രഗീതത്തിൽ പറയുകയാണ് 1-ാം അധ്യായത്തിൽ തന്നെ 73 മുതലുള്ള വചനങ്ങളിൽ, 72 മുതലുള്ള വചനങ്ങളിൽ, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തിനോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസരിച്ച് തന്നെ. അപ്പോൾ ഉണ്ണി പിറക്കുന്നതും രക്ഷയുടെ ആഗമനവും ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ദൈവം യുഗങ്ങൾക്ക് മുമ്പേ പദ്ധതി ചെയ്തപ്പെട്ടതും, ആദവും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർ ചെയ്യാൻ പോകുന്ന പാപത്തിൽ നിന്നും മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകനെ അയക്കും എന്ന് മുൻപേ ദൈവം പദ്ധതി ചെയ്തിരുന്നു. ആ പദ്ധതിയുടെ പുറപ്പാട് ഉണ്ടാകുന്നത്, അതിൻ്റെ സംഭവം ആരംഭിക്കുന്നത് അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു വിശ്വാസം അബ്രാഹത്തിന് ദാനമായി കൊടുക്കുകയും ചെയ്തപ്പോഴാണ്. അബ്രാഹത്തിന്റെ പ്രവൃത്തിയുടെ ഫലമല്ല, അബ്രാഹത്തിന് ദാനമായി കൊടുത്ത ആ വിശ്വാസത്തിൽ നിന്നാണ് നമ്മളെല്ലാവർക്കും വിശ്വാസം കിട്ടിയിരിക്കുന്നത്. അന്ന് അബ്രാഹത്തിനോട് ദൈവം അരുളി ചെയ്ത, ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കുവിൻ, ഇതുപോലെ ഇവയെ നിനക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റില്ല കർത്താവേ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും. സ്നേഹമുള്ളവരെ,
നിങ്ങൾ ഓരോരുത്തരും അന്ന് ദൈവം കണ്ട നക്ഷത്രങ്ങളിൽ ഒരാളാണ്. ഞാനും നിങ്ങളും അന്ന് ദൈവം അബ്രാഹത്തിന് കാഴ്ച കൊടുത്ത നക്ഷത്രങ്ങളിൽ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം അത്രത്തോളം കണ്ടിരിക്കുന്നു. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനവും ആ വാഗ്ദാനത്തിന്റെ നടത്തിപ്പിനായി കൊടുത്ത വിശ്വാസവും ഇന്ന് നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈശോ വന്നപ്പോൾ പറഞ്ഞതെല്ലാം ഇവനും അബ്രാഹത്തിന്റെ മകനാണ്. സക്കേവൂസിന്റെ ഭവനത്തിൽ പോകുന്നു, അവനും അബ്രാഹത്തിന്റെ മകനാണ്. ഞാൻ അവന്റെ വീട്ടിൽ പോകണം, അതവന്റെ അവകാശമാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ് യേശു ക്രിസ്തു. നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, യഹൂദർ മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥരും ഈ വാഗ്ദാനത്തിന്റെ അവകാശികളാണ്. എങ്ങനെയാണ് ഈ വാഗ്ദാനത്തിന്റെ അവകാശികളാകുന്നത്? ഒരു മനുഷ്യൻ മൂലമാണ് ലോകത്തിൽ പാപം മുഴുവൻ ഉണ്ടായത്, ആദം എന്ന ഒരു മനുഷ്യൻ മൂലം. ആ ഒരു മനുഷ്യന്റെ പാപമാണ് യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നത്. ആ ഒരു മനുഷ്യന്റെ പാപം മൂലം ലോകം മുഴുവനും പാപത്തിൽ നിറഞ്ഞുവെങ്കിൽ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ നീതിപൂർവമായ പ്രവൃത്തി ആ എല്ലാ പാപവും എടുത്ത് മാറ്റുന്നു. അങ്ങനെ എല്ലാ ജാതി മതസ്ഥരിലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെളിച്ചം പരക്കുന്നു. സ്നേഹമുള്ളവരെ, അതാണ് ക്രിസ്മസ്. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ണിയെ അനുഭവിക്കുക, ഈശോയെ അനുഭവിക്കുക മാത്രമല്ല. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ പോലെ 1000 പുൽക്കൂട്ടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? ആ ഉണ്ണി പിറക്കുന്നത് എന്തിനാണ്? ഉണ്ണി നക്ഷത്രമായിട്ട് അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ വെളിപാട് പരിശുദ്ധാത്മാവിലൂടെ നിഗൂഢമായി സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനാവുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായി എനിക്ക് നൽകപ്പെട്ടു. നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യമാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ വരവും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ. സ്നേഹമുള്ളവരെ, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിഗൂഢത നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ ആ നിഗൂഢതയെ പഠിക്കാനുള്ള ആത്മാവിൻ്റെ ചൈതന്യം കൂടി നമുക്ക് നൽകുകയാണ്. കാറ്റഗിസം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 475 ഖണ്ഡികയിൽ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഭാഗങ്ങളിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിഗൂഢതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം നമുക്കറിയാം, യേശു ദൈവവും മനുഷ്യനുമാണ്. യേശു പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല. യേശു ഒരേ സമയം മുഴുവൻ ദൈവവും അതേസമയം മുഴുവൻ മനുഷ്യനുമാണ്. യേശുവിന് 2 മനസ്സുണ്ട്. ഒരേ സമയത്ത് യേശുവിന് ദൈവമായിട്ട് ചിന്തിക്കാം, മനുഷ്യനായിട്ട് ചിന്തിക്കാം. ക്രിസ്തുവിന് ദൈവികവും മാനുഷികവുമായ 2 മനസ്സുകളും പ്രകൃതിക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളുമുണ്ട്. അവ അന്യോന്യം വിരുദ്ധങ്ങൾ അല്ലെന്ന് മാത്രമല്ല, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവയുമാണ്. അങ്ങനെ അവതീർണ ദൈവവചനം നമ്മുടെ രക്ഷയ്ക്കായി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊത്ത് തൻ്റെ ദൈവിക പ്രകൃതിയിൽ എന്തെല്ലാം നിശ്ചയിച്ചുവോ അതെല്ലാം അവിടുന്ന് പിതാവിന് വിധേയനായി വർത്തിച്ചുകൊണ്ട് മാനുഷികമായും നിശ്ചയിച്ചു. അവിടുത്തെ മാനുഷിക മനസ്സ് അവിടുത്തെ സർവശക്തമായ ദൈവിക മനസ്സിനെ എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പ്രത്യുത അതിന് വിധേയമായി വർത്തിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ദൈവികവും മാനുഷികവും 2 മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളും യേശുവിൻ്റെ ഈ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ഈ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ണി പിറക്കും, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു മംഗളവാർത്ത കാലം ആശംസിക്കുന്നു.